കാരണം ഞാൻ ഈ സീക്രട്ട് റീഡിംഗ് ഒരു ഇത് വെച്ചാലോ, അതായത് ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. വൺസ് ഇൻ എ വീക്ക് നമുക്ക് സീക്രട്ട് റീഡിംഗ് ചെയ്യാം. ഒരു വീഡിയോ, അതായത് ഒരു 10-25 മെയിൽസ്, ഇതാണ് മെയിൽ ID കൊടുത്തേക്കാൻ താഴെ. മെയിൽസിൽ നിങ്ങളുടെ സീക്രറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രേസി ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ടെങ്കിൽ ഈ മെയിൽ അയക്കുവാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് നമുക്ക് വായിക്കാം ആ മെയിൽസ് എന്താണെന്ന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ ഒരു സീക്രട്ട് റീഡിംഗ് സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ മെയിൽ നമുക്ക് ഈ വീഡിയോയിൽ വായിക്കാം. ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ക്യൂരിയോസിറ്റി അടിച്ചിരിക്കുവാണ്. ഒരാളുടെ ഒരു സീക്രട്ട് അറിയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എന്ന കാര്യമില്ല. അതുമല്ല അവരുടെ പെർമിഷനോട് അറിയാന്ന് പറയുന്നത് അറിയുന്ന ഗൈസ് ഒരു എനിക്കെന്താ പറയത്തില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് മെയിൽ വായിക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പ്രസിദ്ധമായ ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം. ഇതെൻ്റെ Day 3 ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഡ്യൂട്ടി ICUലായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ ബോറടിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാർഡിലേക്ക് പോയി. അതെൻ്റെ ബ്ലോക്കിൽ നിന്ന് 4th ബ്ലോക്കിലായിരുന്നു. ഞാനാണെങ്കിൽ 2nd ഫ്ലോറിലും. അവിടുത്തെ ലിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ കയറി. ലിഫ്റ്റിൽ എന്നെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഫ്ലോർ 2 ആയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അത് കഴിഞ്ഞ് ലിഫ്റ്റ് എത്ര എത്തിയിട്ടും അവിടെ എത്തുന്നില്ല. ഐ ഗോട്ട് ഫിയർ ഓൺ ദാറ്റ് മൊമെൻറ്റ്. The rumors about that hospital, which is haunted, said by friends, started to go through my mind. ഞാൻ നന്നായി വിറയ്ക്കാൻ തുടങ്ങി. ലിഫ്റ്റിൽ ലൈറ്റ് ബ്ലിങ്ക് ആയി തുടങ്ങി. ഞാൻ എന്തോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇതെല്ലാം എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ തോന്നുന്ന സാധനങ്ങളായിരിക്കും. കാരണം ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള റൂമേഴ്സ് കേട്ടാണ് തലേന്ന് രാത്രി ഞാൻ ഉറങ്ങിയത്. പെട്ടെന്ന് ലിഫ്റ്റ് സ്റ്റോപ്പായി. ലിഫ്റ്റിൽ 4th ഫ്ലോർ എന്ന് കാണിച്ചു. ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഞാൻ ഉദ്ദേശിച്ച ഫ്ലോറല്ല. പിന്നെ വഴി ഫുൾ തെറ്റിയ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാൻ തുടങ്ങി. എന്നിട്ടും എനിക്ക് സ്ഥലം ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും നേരത്തെ കണ്ട ഒരു പരിചയമില്ലാത്ത പോലെ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ഏതോ ഫ്ലോറിലെത്തി. അവിടെ എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടു. അവൾ അവിടെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. അവരോട് ചോദിച്ചു ഇത് ഏതാ ബ്ലോക്ക് എന്ന്. അവർ പറഞ്ഞത് A എന്നാണ്. പിന്നെന്താ, എനിക്ക് കറക്റ്റ് സ്ഥലം എത്താനേന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു മലയാളി ഡോക്ടറെ കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് B ടവർ ആണെന്ന്. അങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇത് 4th ഫ്ലോറിൽ. ഇപ്പോഴും എനിക്ക് ആ ഇൻസിഡൻറ്റ് എന്തായിരുന്നു എന്ന് കറക്റ്റ് അറിയില്ല. ചിലപ്പോൾ ഇതെല്ലാം തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം, അറിയില്ല. ബട്ട് ഇത് ഇവിടെ പറയണമെന്ന് തോന്നി. ശരിക്കും ഇങ്ങനെയൊക്കെ നടന്നു കാണുമോ എനിക്കറിയത്തില്ല. പക്ഷേ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്തിട്ട് വന്നതായിരിക്കാം. എനിക്കെന്താണെന്ന് അറിയാൻ വയ്യ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത മെയിൽ നോക്കാം. അടുത്ത മെയിൽ വായിക്കാം. ഹൈദരാബാദിൽ ഞാൻ ആദ്യം പഠിക്കാൻ വന്ന ടൈമിൽ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി നൈറ്റ്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിലൂടെ പോകാൻ നേരം കുറേ സൗണ്ട് കേട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഹൈഡ് ചെയ്ത് വാച്ച് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഒരു ചെറുക്കനെ വെട്ടിക്കൊല്ലുന്നത് കണ്ടു. അവൾ എന്നിട്ട് അപ്പോഴേ ഒമ്നി വാനിൽ കയറിപ്പോയി. അപ്പോൾ പെട്ടെന്ന് അയാൾ രക്തത്തിൽ കിടന്ന് പിടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു. അയാളുടെ കൈ വെട്ടിയിട്ടുണ്ടായിരുന്നു അവർ. അയാൾക്കൊരു 26 വയസ്സ് കാണത്തേ ഉള്ളെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വേണ്ട, നമുക്ക് പോവാം, ഇത് പ്രശ്നമാവും, അറിയാത്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഇടയ്ക്ക് കയറി വരാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. അതൊരു റിഗ്രറ്റായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. എന്തായിരിക്കും അയാളെ വെട്ടിയതെന്ന് അറിയില്ല. അയാൾ ജീവനോട് ഉണ്ടോ എന്നും അറിയില്ല. ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്റ്റോറി കേട്ടിട്ടുള്ളൂ കേട്ടോ, സത്യം. അടുത്ത മെയിൽ നോക്കാം. ഇതെൻ്റെ കുഞ്ഞൊരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, സംഭവം 1 സൈഡ് ആണ്. പുള്ളിക്കാരൻ അന്ന് 10th പഠിക്കുന്നത്, ഇയർ 2017. എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ. എൻ്റെ സ്കൂളിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഒരു എക്സിബിഷൻ ഡേയിൽ. അന്ന് തൊട്ട് അയാളുടെ പിറകെ ഞാൻ കാണും. ഞാൻ അങ്ങനെ ക്ലാസ് ഇല്ലാത്ത ഡേ ഒന്നും സ്കൂളിൽ പോകാറില്ല. ഫോർ എക്സാമ്പിൾ സ്പോർട്സ് ഡേ, ഫെസ്റ്റ് ഡേ, അങ്ങനെയുള്ളതൊന്നും. ഞാൻ അന്ന് പോയത് തന്നെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ്. പിന്നെ ഇയാളെ കാണാൻ ഞാൻ ഇങ്ങനത്തെ ഡേയ്സ് ഒന്നും മിസ്സാക്കാറില്ല. ആൾ സ്പോർട്സ് ക്യാപ്റ്റനാണ് ആ ഇയറിലെ. നല്ല ഹൈറ്റാണ്. ആളെ കണ്ട കോളേജിൽ പഠിക്കുന്നതാണേ പറയൂ. ബട്ട് 10th ആയതുകൊണ്ട് നെക്സ്റ്റ് ഇയറും സെയിം സ്കൂളിൽ തന്നെ ആകണേന്ന് പ്രാർത്ഥിച്ചു. ബട്ട് നടന്നില്ല. 10th കഴിഞ്ഞ ഉടനെ ആൾ സ്കൂൾ മാറി. അല്ലെങ്കിൽ +1 +2 എൻ്റെ സ്കൂളിൽ തന്നെ ആയിരുന്നെങ്കിൽ ഒരു 12th ഹാഫ് ഒക്കെ ആവുമ്പോൾ ഞാൻ ചെന്ന് പറയാമെന്ന് കരുതിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടില്ല. കുറച്ച് പേരോടെ തിരക്കിയും സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മേ ബി ആൾക്ക് ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പൊക്കെ കാണുമായിരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു കുട്ടി പുറകെ നടന്നിരുന്നു എന്ന് അറിയണമെന്നുണ്ട്. വീഡിയോ കാണുമോ ഇല്ലയോ എന്തുമാവട്ടെ, ഇങ്ങനെയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. ആളുടെ നെയിം അനന്തു ST. ഇതിനകത്ത് നെയിം പറഞ്ഞുകൊണ്ടാട്ടോ പറഞ്ഞേ.
എന്നാണ്. അനന്തു ST എന്നാണ്. എവിടെയെങ്കിലും ആൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പുറകെ നടന്ന ഒരു പെൺകുട്ടി. അയ്യോ, അനന്തു ST വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നറിയാം, ഇങ്ങനെ ഒരു പെൺകുട്ടി പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോ വായിക്കാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഹസ്സിനു വയ്യാണ്ടായപ്പോൾ കൂടെ നിന്ന് നോക്കാൻ കഴിയാഞ്ഞത്. എനിക്ക് താങ്ങാനാകാത്ത ഒരു കാര്യമാണത്. മേ ബി എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കുമല്ലോ കൂടെ നിന്ന് നോക്കാൻ പറ്റാത്ത, എല്ലാം മനഃപൂർവ്വമായിരിക്കത്തില്ലല്ലോ, അതോർത്ത് വിഷമിക്കണ്ട. അടുത്ത വീഡിയോ നോക്കാം. ഹേ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാനും അവളും നല്ല കൂട്ടാണ്. ഞങ്ങൾ തമ്മിൽ 6 years പ്ലസ് ഫ്രണ്ട്ഷിപ്പാണ്. അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. ഞങ്ങളുടെ ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ്. എനിക്ക് ആരെക്കാളും അവൾ തന്നെയായിരുന്നു വലുത്. എൻ്റെ ലൈഫിൽ ഞാൻ ഫോറെവർ വേണമെന്ന് ആഗ്രഹിച്ച അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പയ്യൻ്റെ മെസ്സേജ് വന്നു. പക്ഷേ ആ പയ്യൻ എന്നെ തിരക്കി വന്നതല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തിരക്കി വന്നതാണ്. അവൾ എൻ്റെ ഫ്രണ്ടിനെ നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല, ബ്ലോക്ക് ആക്കാൻ പറഞ്ഞു. ഞാൻ അവളോട് ബ്ലോക്ക് ആക്കിയെന്ന് കള്ളം പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ പയ്യൻ്റെ സംസാരമൊക്കെ ഇഷ്ടമായി. അതൊരിക്കലും ക്രഷ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് അവൻ്റെ ഫ്രണ്ടായിട്ടിരിക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു. അത് തെറ്റാണ് ചെയ്തത്. ഫ്രണ്ടിനോട് കള്ളം പറഞ്ഞിട്ട് സത്യം പറയാമോ ബ്ലോക്ക് ആക്കിയിട്ടില്ല എന്ന് പറയാമായിരുന്നു, കള്ളം പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ഇരിക്കെ അവൻ എന്നോട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചു. അവനെ ജസ്റ്റ് കാണാൻ വേണ്ടി അങ്ങനെ ഇരിക്കെ അവൻ എന്നോട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചു. അവനെ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ ഫ്രണ്ടിന് അതൊന്നും ഇഷ്ടമാവില്ല എന്ന്. എന്നിട്ട് ഞാനത് ഓർക്കാതെ അവളുടെ ഒരു നോർമൽ ഫോട്ടോ കൊടുത്തു. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഫോട്ടോ തന്ന കാര്യം അവൾ അറിയല്ലോ എന്നൊക്കെ. ഒരാളെ പെർമിഷൻ ഇല്ലാതെ ഒരു ഫോട്ടോ കൊടുക്കുന്നത് തെറ്റാണ്. ലാസ്റ്റ് കുറേ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ പറ്റിച്ച് അവൾ അറിഞ്ഞു ഞാൻ ഫോട്ടോ ഒക്കെ കൊടുത്ത കാര്യം. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ വലിയ അടിയായി. ഞങ്ങളുടെ ഇടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പായി. എനിക്കിതുവരെയും അതിൻ്റെ കുറ്റബോധം മാറിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ എന്നിൽ നിന്നും ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അവൾ എന്നോട് ക്ഷമിച്ചില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു. അപ്പം ബെസ്റ്റ് ഫ്രണ്ട്സിനാണെങ്കിൽ ഇത്ര 6 years ആയ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു. എന്തുണ്ടെങ്കിലും തുറന്നു പറയാൻ ശ്രമിക്കാം. അടുത്ത മെയിൽ എന്താ നോക്കാം. I just wish that my parents understand me someday. I'm working really hard just to make them proud of me. It hurts when they don't understand a thing and just yell at me. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ചിലപ്പം പല പാരൻസും പല നേച്ചറാണ്. ചിലർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും, ചിലർ സ്നേഹം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ വീക്കായി, ഏറ്റവും ലോസ്റ്റ് പോയിന്റിൽ നമുക്ക് ആരും ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മളെ പാരൻസ്, നമ്മളെ ഫാമിലിയെ കാണത്തുള്ളൂ. അതങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. അടുത്ത വീഡിയോ നോക്കാം. ഇതെല്ലാം മലയാളത്തിലാട്ടോ, വായിക്കാം. ഹായ്, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് കാര്യം എങ്കിലും കാണും. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും സഫലമാവാത്ത ഒരു പ്രണയകഥ പറയാൻ കാണും. അങ്ങനെ ഒരു കഥ എനിക്കുമുണ്ട്. ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തരുന്ന, സുഖമുള്ള, ഒരുപാട് ഓർമ്മകൾ തരുന്ന എൻ്റെ പ്രണയം. ഞാൻ 90s കാലഘട്ടത്തിൽ ജനിച്ച ഒരാളാണ്. അതിൻ്റേതായ ഒരുപാട് പരിമിതികൾ എൻ്റെ പ്രണയത്തിനുമുണ്ട്. ഞാൻ +1 +2 പഠിക്കുന്ന കാലം. വളരെ യാദൃശ്ചികമായി കണ്ട 2 പേരായിരുന്നു ഞങ്ങൾ, തികച്ചും അപരിചിതർ. ആദ്യ കാഴ്ചയിൽ തന്നെ എന്നോടൊരു ഇഷ്ടം തോന്നിയ അദ്ദേഹം ഞാൻ പഠിക്കാൻ ബസ് കയറുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ വരവ് പതിവായി. പതിയെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ആ കണ്ടുമുട്ടൽ പതിവായി. ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്നോട് പറഞ്ഞു. ആദ്യം എനിക്കൊരു പേടി ആയിരുന്നു. പിന്നെ എപ്പോഴോ അയാൾ എൻ്റെ മനസ്സിലും കയറിക്കൂടി. ആളെ എനിക്ക് ഇഷ്ടം ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടം എൻ്റെ കണ്ണുകളിലൂടെ മനസ്സിലാക്കിയ അദ്ദേഹവും ഞാനും തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലായി. ആ പ്രണയം പതിയെ നമ്മൾ പോലും അറിയാണ്ട് വളർന്നുകൊണ്ടേയിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഫോൺ വിളിക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒന്നുള്ളത് അച്ഛന് മാത്രമായിരുന്നു, അന്നത്തെ ഒരു നോക്കിയ സെറ്റ്. ഞങ്ങൾ നമ്മുടെ പ്രണയം കൈമാറിയത് കത്തിലൂടെ ആയിരുന്നു. പെട്ടെന്ന് 2 വർഷം കടന്നുപോയി. ഞാൻ +2 കഴിഞ്ഞിറങ്ങി. പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നതും കൈമാറുന്നതും ബുദ്ധിമുട്ടായി തുടങ്ങി. വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങാനൊക്കെ പാടായി തുടങ്ങി. പിറ്റേ വർഷം 18 തികഞ്ഞ എന്നെ എൻ്റെ വീട്ടുകാർ പെട്ടെന്ന്
കല്യാണം എന്ന കാര്യത്തിലേക്ക് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഈ വിവരം ഒന്ന് അദ്ദേഹത്തെ അറിയിക്കാനോ വിളിക്കാനോ കാണാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. എൻ്റെ ഇഷ്ടത്തെപ്പറ്റി വീട്ടുകാരോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ സ്നേഹിച്ച ആളോട് പറഞ്ഞാലും എന്നെ അന്ന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ധൈര്യവും സാഹചര്യവും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് എൻ്റെ വീട്ടുകാരെ അനുസരിക്കേണ്ടി വന്നു, എല്ലാവരെയും പോലെ. എൻ്റെ പ്രണയം ഞാൻ ആർക്കാലമോ വേണ്ടി മാറ്റിവെച്ചു. മനസ്സും ശരീരവും പാകപ്പെടുത്തുന്നതിനു മുന്നേ ഞാൻ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കയറി, ഒരു ഭാര്യയായി. വർഷം എത്ര കഴിഞ്ഞിട്ടും എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ എൻ്റെ പ്രണയം ആലോചിക്കാറുണ്ട്. ഒരു കണ്ണീരോടെ അല്ലാതെ എനിക്ക് എൻ്റെ പ്രണയം ആലോചിക്കാൻ കഴിയില്ല. ഞാൻ മരിക്കും കാലം വരെ ആ വേദന എന്നോടൊപ്പം ഉണ്ടാകും. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല സ്റ്റോറി. അടുത്ത മെയിൽ നോക്കാം. ഹായ്, എനിക്ക് ഈ ഇടയായി ഒരു പാസ്റ്റ് ട്രോമ ഉണ്ട്. ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. അതിന് മുന്നേ എനിക്കൊരു എക്സ് ഉണ്ടായിരുന്നു. അവനും ഞാനും ബ്രേക്കപ്പ് ആയിട്ടാണ് ഞാൻ ഇവനെ നോക്കുന്നത്. ലൈക്ക് ഇവൻ കുറേ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ റിജക്റ്റ് ആക്കി, ഇപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ബട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ലാസ്റ്റ് ഞാൻ എൻ്റെ എക്സിൻ്റെ പാസ്റ്റ് ട്രോമയിൽ നിന്ന് മൂവ് ഓൺ ആയതിനു ശേഷം യെസ് പറഞ്ഞു. റിലേഷൻ നല്ല രീതിക്ക് വൃത്തിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അടിയുണ്ടായി. എക്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ലൈക്ക് ഇവൻ വെറുതെ അടി ഉണ്ടാക്കുക. ഞാനും തിരിച്ചു പറഞ്ഞ് അങ്ങനെ അടിയായി. ബട്ട് ഞാൻ എൻ്റെ എക്സിനെ അൺബ്ലോക്ക് ആക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തില്ല. ബട്ട് ഇവൻ നേരെ അവൻ്റെ എക്സിനെ അൺബ്ലോക്ക് ആക്കി മെസ്സേജ് ആക്കി അവർ സെറ്റായി കളഞ്ഞിട്ട്. ഞാൻ ഒരുമാതിരി പട്ടിയെ പോലെയായി. എനിക്കത് തീരെ താങ്ങാൻ പറ്റില്ല. എനിക്ക് ട്രോമ വന്നു, ലൈക്ക് പാനിക് അറ്റാക്ക്, റിയലി പാനിക് അറ്റാക്ക്. ശ്വാസം ഒന്നും കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ എക്സ് ഒരു കോൾ ഗേൾ പോലത്തെ പെണ്ണാണ്. എല്ലാവരുമായിട്ടങ്ങ് പോകുന്ന ടൈം. ബട്ട് ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു സീൻ ഉണ്ടായത് നന്നായി എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും അവൻ്റെ എക്സ് അവൻ്റെ മനസ്സിലുണ്ടായേനെ. ബട്ട് ഇപ്പം ഹാപ്പി. ബട്ട് ആ ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായ പാനിക് അറ്റാക്ക് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ്. അത് കുഴപ്പമില്ല, നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. ഇങ്ങനെയുള്ള റിലേഷൻസ് ഒന്നും ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ ഇനി മെയിൽസ് ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങളുടെയും സീക്രറ്റ്സ് ഇതേപോലെ ഗൈസ് അയക്കണമെന്നുണ്ടെങ്കിൽ സീക്രറ്റ്സ് മാത്രമല്ല എന്ത് ഇൻഷുറൻസ് ആയാലും അയക്കാം. ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി. ജസ്റ്റ് മെയിൽ ചെയ്താൽ മതി. നമുക്കതെല്ലാം വീഡിയോയിൽ വായിക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളുടെ സീക്രറ്റ്സ് ഇതേ കണക്ക് മെയിൽ അയക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് അയക്കാം. നമുക്ക് എന്തായാലും വായിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.